അങ്കിളെ, ഒരു കാര്യം ചോദിക്കട്ടെ? ബൈബിളിലെ 66 പുസ്തകങ്ങളിൽ നിന്ന് പെട്ടെന്നൊരു പുസ്തകം എടുക്കാൻ പറഞ്ഞാൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. സൺഡേ സ്കൂളിൽ ഈ 66 പുസ്തകങ്ങളുടെ പേരും കാണാതെ പഠിക്കാൻ പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷനാ. പ്രത്യേകിച്ചും ഈ ചെറിയ പുസ്തകങ്ങളൊക്കെ എവിടെയാണെന്ന് ഒരു പിടിയും കിട്ടില്ല. ഒരിക്കൽ സൺഡേ സ്കൂളിൽ ഓബദ്യാവിന്റെ പുസ്തകം വായിക്കാൻ പറയുന്നത് കേട്ടപ്പോൾ എന്റെ കയ്യിലെ ബൈബിളിൽ അങ്ങനെയൊരു പുസ്തകമുണ്ടോ എന്ന് പോലും സംശയിച്ചുപോയി. ഇതിനൊരു എളുപ്പവഴിയില്ലേ? ബൈബിളിലെ പുസ്തകക്രമം മുഴുവൻ പാട്ടുപോലെ പഠിക്കാൻ വല്ല വഴിയുമുണ്ടോ? അതിനെന്താ മോളെ, നമുക്ക് 66 പുസ്തകങ്ങളും ഒരു വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിലുള്ള ഒരു ഗാനം ഉപയോഗിച്ച് സുഖമായി പഠിച്ചെടുക്കാമല്ലോ. ആദ്യം പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളുടെ ക്രമം പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട്, ലേവ്യ, സംഖ്യയതും, ആവർത്തനം, യോശുവായും, ന്യായാധിപരും, രുത്തും, സമൂവേലും പുസ്തകങ്ങൾ 2 പാദങ്ങളും, അപ്രകാരം രാജാക്കന്മാർ ദിനവൃത്താന്തം, യെസ്രാനെഹമ്യാവും എസ്തേർയോഗും സങ്കീർത്തനങ്ങളും, സാദൃശ്യം, സഭാപ്രസംഗി, ഉത്തമഗീതം, യെശയ്യായിരമ്യാവും വിലാപങ്ങൾ, യെഹെസ്കേൽ, ദാനിയേൽ, ഹോശേയ, യോവേൽ, ആമോസ്, ഓബദ്യാവ്, യോനായും മീഖായും, നാഹും, ഹബക്കൂക്കും, സെഫന്യാവും, ഹഗ്ഗായി, സക്കറിയാവും, മലാക്കീദാനും. പഴയ നിയമം തന്നിൽ ലിഖിതമാം പുസ്തകങ്ങൾ 39 സമാപ്തിയായി. അടുത്തതായി പുതിയ നിയമത്തിലെ പുസ്തകക്രമം വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ പഠിക്കാം. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തലരിൻ പ്രവർത്തികൾ, റോമരും കൊരിന്ത്യരിൽ 2, ഗലാത്യർ, എഫെസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യരും, പിന്നെ 2 തെസ്സലോനിക്കരും, തിമോഥെയോസും, തീത്തോസ്, ഫിലെമോൻ, എബ്രായ, യാക്കോബിൻ ലേഖനമതും, 2 പത്രോസ്, യോഹന്നാനോ 3 താണല്ലോ. യൂദായുടെ പുസ്തകവും യോഹന്നാനിൻ വെളിപാടും ചേർന്നാൽ 27 സമാപ്തിയായി. ബൈബിൾ പുസ്തകക്രമം ഹൃദിസ്ഥമാക്കാൻ ഈ കൊച്ചു ക്ലാസ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് മുന്നേറാം. ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.